വെൽക്കം ടു ദ ചാനൽ ബോൾഡ് ഫെയ്ത്ത്, where we boldly discuss our faith. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് സിറോ മലബാർ സഭ ഇൻ UK. ഒരുപാട് വീഡിയോകൾ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ സഭയെ കുറ്റപ്പെടുത്തിക്കൊണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ ദേഷ്യം സഭയോട് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുവന്ന് അവരെ കൊണ്ട് വീഡിയോ ചെയ്യിക്കുന്നു. അതൊരു വളരെ ചെറിയൊരു മൈനോറിറ്റിയാണ്. പക്ഷേ പല വീഡിയോസ് നമ്മൾ കാണുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ മനസ്സിൽ സംശയം തോന്നിയേക്കാം. ചിലപ്പം ഇവിടെയുള്ളവർക്കായിരിക്കില്ല, നാട്ടിലുള്ളവർക്കായിരിക്കും, അത് കാണുന്ന വേറെ ഏതെങ്കിലും രാജ്യത്തുള്ളവർക്കായിരിക്കും. സോ ഒരു അൽമായൻ എന്ന നിലയിൽ 2003 തൊട്ട് UK താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ കുറച്ച് വ്യൂസ് ആൻഡ് തോട്ട്സ് ഇവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു 2000 തൊട്ട് കൂടുതലായി ഇവിടെ കുടിയേറ്റം ഉണ്ടായി. ആ സമയത്ത് വന്നവരും അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നവരും എല്ലാം സെറ്റിൽ ചെയ്ത് വരുന്നൊരു സമയം. നമ്മളെല്ലാവരും ലാറ്റിൻ ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് ഇൻ ലാറ്റിൻ ചർച്ച് വാസ് ലിമിറ്റഡ്. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു വരുന്നു, അതുപോലെ കുട്ടികൾ ഓൾട്ടർ സർവേഴ്സായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു പല പള്ളികളിലും. യൂക്രിസ്റ്റിക് മിനിസ്റ്റേഴ്സായിട്ട് ചുരുക്കം ചിലർ മുന്നിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബൈബിൾ വായന, അതൊക്കെയാണ് നമ്മൾ മെയിൻലി നമ്മുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്നത് ആ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെയാണ് ഇപ്പോഴും, അതിന് വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ 2016 പരിശുദ്ധ പിതാവ് സീറോ മലബാർ സഭ UK സ്ഥാപിച്ചതിന് ശേഷം ഒരു പുതിയൊരു ഉണർവുണ്ടായി. വിശ്വാസികളുടെ ഇടയിൽ അവർക്ക് അവരുടേതെന്ന് പറയാൻ ഉള്ള കൂട്ടായ്മകളും പള്ളികളും എല്ലാം രൂപപ്പെട്ടു. അതുവരെ എല്ലാം ഒറ്റപ്പെട്ട സമൂഹങ്ങൾ, അവിടെ ഇവിടെ ചിതറിക്കപ്പെട്ട സമൂഹങ്ങളായി നിലനിൽക്കുകയായിരുന്നു. തീർച്ചയായും ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട് എന്നതിനുള്ള തെളിവാണ് ഈ 2016 തൊട്ട് ഇതുവരെയുള്ള നമ്മുടെ സഭയുടെ വളർച്ചയും അതിലൂടെ വളർന്നു വന്നിട്ടുള്ള ശുശ്രൂഷകരും. നമുക്ക് രൂപത അധ്യക്ഷനായി ലഭിച്ചിരിക്കുന്ന മാർ ജോസഫ് സ്രാമ്പിക്കൽ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം നിയമിതനായി ഉടനെ തന്നെ UK ഉടനീളം സഞ്ചരിച്ച് എല്ലാ സമൂഹങ്ങളിലെയും കടന്നു ചെന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ചു. ഈ രൂപതയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനേകം അനുഗ്രഹങ്ങൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അത് കാറ്റക്കിസം, അതൊരു സ്ട്രക്ചേർഡ് ആൻഡ് ഓർഗനൈസ്ഡ് വേയിൽ എല്ലായിടത്തും എല്ലാ മക്കൾക്കും കിട്ടിത്തുടങ്ങി. നമ്മുടെ മാസ് സെൻ്ററുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടവകയിൽ ഫിസിക്കലായി വന്നിരുന്ന് കാറ്റക്കിസം പഠിക്കാനുള്ള സംവിധാനങ്ങൾ, അതിന് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ഓൺലൈനായിട്ടുള്ള ശുശ്രൂഷകൾ, ഇവയെല്ലാം നമുക്ക് ലഭിച്ച് തുടങ്ങിയത് രൂപത വന്നതിന് ശേഷമാണ്. അതും ഇത്ര കറക്റ്റായിട്ടും അത് നമ്മുടെ സഭ നിഷ്കർഷിക്കുന്ന രീതിയിലും ചെയ്തു തുടങ്ങുന്നത്. അതുപോലെ കാറ്റക്കിസം കുട്ടികൾക്കായിട്ടുള്ള ബൈബിൾ കലോത്സവം, റീസെൻ്റ്ലി നടന്ന ബൈബിൾ കലോത്സവത്തിൽ, അതായത് നാഷണൽ ബൈബിൾ കലോത്സവത്തിൽ 1500ഓളം കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ദൈവം തങ്ങൾക്ക് നൽകിയിരിക്കുന്ന കഴിവുകൾ ദൈവമഹത്വത്തിനെ ഉപയോഗിക്കുക എന്നൊരു വലിയൊരു സന്ദേശം കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു വേദിയാണ് ബൈബിൾ കലോത്സവം. ഇടവക തലത്തിലും റീജിയണൽ തലത്തിലും ഒക്കെ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എത്രയധികം കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതുപോലെ യൂത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷകൾ, SMYM സിറോ മലബാർ യൂത്ത് മൂവ്മെൻറ്റ്, അത് UK വളരെ ശക്തമാണ്. യൂത്ത് ഗ്യാതറിംഗ് ഈ വർഷം നടത്തിയത് ഹന്തൂസ എന്ന പേരിലാണ്. നിയർലി 2000 യൂത്ത് ഗ്യാദർ ചെയ്തു. ദ ഹോൾ ഡേ സിംഗിങ്, പ്രൈസിങ്, വർഷിപ്പിംഗ്, എൻജോയിങ് ദാറ്റ് ഡേ വിത്ത് ജീസസ്. അതിനായിരുന്നു അവരവിടെ ഗ്യാദർ ചെയ്തത്. അത് എത്ര മനോഹരമായ കാഴ്ചയായിരുന്നു. ഈ ഒരു സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെന്റ് നമ്മുടെ യുവജനങ്ങൾക്ക് ലഭിച്ചത് സഭയുടെ ശുശ്രൂഷയിലൂടെയാണ്. സഭയോട് ചേർന്ന് നിന്നിട്ടാണ്. യൂത്തിന് വേണ്ടി നൂറ 2025 എന്ന് പറഞ്ഞ മറ്റൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് നടത്തിയത് നമ്മുടെ പാസ്റ്റർ സെൻറ്ററിൽ വെച്ചാണ്, ബർമിംഗ്ഹാമിൽ. അവിടെ നിയർലി 200 യൂത്ത് ഗ്യാതേർഡ്. ഗോ ഔട്ട് ആൻഡ് ഗീവ് ജീസസ് ടു ദ അപ്കമിങ് ജനറേഷൻ. അതായത് ഇവാഞ്ചലൈസേഷൻ, അതിനു വേണ്ടി യൂത്തിനെ മോൾഡ് ചെയ്യാൻ വേണ്ടി ചെയ്ത ഒരു ഗ്യാതറിംഗ് ആയിരുന്നു. ആ വന്ന യൂത്ത് എല്ലാം അവരെ ആരും നിർബന്ധിച്ചിട്ടോ ഫോഴ്സ്ഫുള്ളി കൊണ്ടുവന്നൊന്നുമല്ല. ദേ കെയിം ഔട്ട് ഓഫ് ദെയർ ഓൺ വിൽ ആൻഡ് ദെയർ ഡിസയർ ആൻഡ് പാഷൻ ടു ഡു സംതിങ് ഫോർ ജീസസ്. ഈ ഒരു പാഷൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്? ആ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ഇടവകയിലൂടെ, നമ്മുടെ കാറ്റക്കിസത്തിലൂടെ നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു ഇൻസ്പിറേഷനിലൂടെയാണ് ഈ യൂത്തിനും സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനുള്ള ആ ഒരു മോട്ടിവേഷൻ കിട്ടി അവരവിടെ വന്നത്. കുട്ടികളുടെ ശുശ്രൂഷയിലും യൂത്തിൻ്റെ ശുശ്രൂഷയിലെല്ലാം കുർബാന ഇംഗ്ലീഷിലാണ്. സീറോ മലബാർ സഭ എന്ന് പറയുന്നത് ഒരു മലയാളം മാത്രമുള്ള സഭയായിട്ട് അങ്ങനെ കുറ്റപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് കുട്ടികൾക്കും യൂത്തിനും വേണ്ടി അവരുടെ ശുശ്രൂഷകൾക്കെല്ലാം നടത്തുന്ന കുർബാനകൾ ഇംഗ്ലീഷ് കുർബാനയാണ്. ഓൾട്ടർ സർവീസായിട്ടും അതുപോലെ കൊയർ ചെയ്യുന്ന എല്ലാം ഇതേപോലെ കുട്ടികളും യൂത്തും ഒക്കെയാണ്. അവർ വളരെ ആക്റ്റീവ്ലി ഇൻവോൾവ് ആകുന്നു. ഇതെല്ലാം തീർച്ചയായും ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ലാതെ മറ്റെന്താണ്? ഈ സഭ നമ്മുടെ UK രൂപപ്പെട്ടപ്പോൾ തന്നെ നമുക്കറിയാം ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. to do miracle in this country through Syro Malabar Church. നമ്മൾക്ക് സെമിനാരി ഉണ്ട്, മഠങ്ങളുണ്ട്. ഇവിടെയെല്ലാം
പുതിയതായി UK നിന്നുള്ള കുട്ടികൾ തന്നെ ജോയിൻ ചെയ്യുന്നുണ്ട്. അഗെയിൻ ഈ വൊക്കേഷൻസ് ഒക്കെ കാണിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്നല്ലേ നമ്മുടെ സഭയിലൂടെ ഈ രാജ്യത്തിന് നന്മ ചെയ്യാനായിട്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന അനേകം ശുശ്രൂഷകളുണ്ട് നമ്മുടെ സിറോ മലബാർ സഭ വഴി. നമുക്ക് ഫാമിലി അപ്പോസ്റ്റലേറ്റ് ഉണ്ട്, നമുക്ക് ഇവാഞ്ചലൈസേഷൻ ടീമുണ്ട്, നമുക്ക് കാറ്റീസം പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി CML ഉണ്ട്, സാവിയ ഫോറം ഉണ്ട്, പിന്നെ മെൻസ് ഫോറം ഉണ്ട്, വിമൻസ് ഫോറം ഉണ്ട്. ഇവരെല്ലാം ഡോർമെൻ്റ് ആയിട്ടിരിക്കുന്ന ഗ്രൂപ്പുകളല്ല. ദേ ആർ ഓൾ ആക്റ്റീവ് and they are all working towards the same goal, the spiritual nourishment and upliftment of the whole community by being part of the church. ക്രിട്ടിസൈസ് ചെയ്തും നെഗറ്റീവ് മാത്രം കാണുന്ന ആളുകൾ, അവരുടെ ഒരു നെഗറ്റീവ് തിങ്കിങ്, അവർക്ക് എന്തോ സ്വാർത്ഥ താല്പര്യങ്ങൾ സാധിക്കാൻ പറ്റാത്തതിലുള്ള വിഷമമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈദികനോടോ ഏതെങ്കിലും ഒരു മിനിസ്ട്രിയിലുള്ള ആളുകളോടോ എന്തെങ്കിലും ഒരു വെറുപ്പോ വൈരാഗ്യമോ ദേഷ്യമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സഭയോട് മൊത്തം കാണിക്കുന്നതായിരിക്കാം. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അവരുടെ ഈ ആക്ടിവിറ്റി, അതായത് വീഡിയോകൾ ചെയ്യുന്നു, സഭയ്ക്കെതിരായി എന്തെങ്കിലുമൊക്കെ ചിന്തകളുള്ളവരെ കൊണ്ടുവന്ന് വീഡിയോയിലൂടെ സംസാരിപ്പിക്കുന്നു, ഇത് ചെയ്യുന്നത് വഴി എന്ത് നേട്ടമാണ് അവർക്കോ അവരുടെ സമൂഹത്തിനോ അവരുടെ കുടുംബങ്ങൾക്കോ ലഭിക്കുന്നത്? തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ നന്മകളെല്ലാം സ്വീകരിക്കുന്ന അനേകായിരം കുടുംബങ്ങൾ അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ കൂട്ടായ്മ. ഒരിക്കലും ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന വീഡിയോയിൽ പറയുന്ന പോലെ ആളുകൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും വിട്ടുപോവുകയും ഇല്ലാതായി തീരുകയും ചെയ്യുന്ന അവസ്ഥ ഒരിക്കലും ഇവിടെ ഇല്ല. അത് തെറ്റായ ഒരു ചിന്ത എങ്ങനെയോ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഇന്റൻഷനലി ചെയ്യുന്ന വീഡിയോകളാണ്. ഒരിടത്തും പള്ളി തുടങ്ങിയിട്ടോ കൂട്ടായ്മകൾ തുടങ്ങിയിട്ടോ അത് നിന്നു പോയിട്ടില്ല. എല്ലായിടത്തും ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. 2016 പരിശുദ്ധ പിതാവ് സ്ഥാപിച്ച സീറോ മലബാർ രൂപത ഇപ്പോൾ എത്തി നിൽക്കുന്നത് പാരീഷുകളും മിഷനുകളും കൂട്ടിച്ചേർത്ത് 100ഓളം കുർബാന കേന്ദ്രങ്ങൾ, അതുപോലെ 70ഓളം വൈദികരുണ്ട്. നമുക്ക് 5 ദേവാലയങ്ങൾ സ്വന്തമായുണ്ട്. ഇവയെല്ലാം ദൈവം നൽകി നമ്മുടെ സഭയെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സ്കാൻഡൽസും തെറ്റിദ്ധാരണകൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന വീഡിയോസ് കാണുമ്പോൾ നമ്മൾ ഒട്ടും ആകുലപ്പെടേണ്ട. നമ്മുടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് ആയിരങ്ങളെ കാണാൻ സാധിക്കും സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരെ. സഭയുടെ നന്മയും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങുന്ന ഒരു കുടുംബമാണ് എൻ്റെയും. എൻ്റെ മക്കൾ ഇവിടെ ജനിച്ചു വളർന്നതാണ്, പക്ഷേ അവർ സഭയുടെ കാര്യത്തിൽ ആക്റ്റീവ്ലി ഇൻവോൾവ് ആകുന്നുണ്ട്. അവർക്ക് അതിനോടൊരു പാഷനുണ്ട്. സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ അവർക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഇതിൻ്റെ എല്ലാം ബേസ് നമ്മുടെ ഇടവകയാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സഭയോട് ചേർന്ന് പ്രവർത്തിക്കാം. തെറ്റിദ്ധാരണകൾ പരത്തുന്ന വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കാം, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നാൽ അതോടൊപ്പം നമുക്ക് വിജിലൻ്റ് ആൻഡ് അലേർട്ട് ആയിട്ടിരിക്കാം. മാത്യു 10:16 Look, I am sending you out like sheep among the wolves. Therefore be shrewd as snakes and as innocent as doves. ഈ വചനം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് വിശ്വാസം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ സഭയിലൂടെയാണ്. സഭ യേശുവിൻ്റെ ശരീരമാണ്, നമ്മൾ ആ ശരീരത്തിലെ അവയവങ്ങളും. May God bless us all. Thank you for watching.